നമുക്കൊരു നല്ലൊരു ലുക്കിൽ നല്ലൊരു പ്രീമിയം വണ്ടി കൊണ്ട് നടക്കുക എന്നുള്ള ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ വണ്ടി ചൂസ് ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു കാരണം കൊണ്ട് മാത്രം ഈ ഒരു വാഹനം ചൂസ് ചെയ്യരുത് എന്നുള്ളതാണ്. ഈ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് കിട്ടിയത് ഒരുപാട് നഷ്ടങ്ങളുണ്ട്. നിങ്ങൾ ഒരുപാട് ലേഡീസ് ആഗ്രഹിക്കുന്ന ഒരു സ്വപ്ന വെഹിക്കിൾ തന്നെയാണ്. വാഹനം എടുക്കുമ്പോൾ എനിക്കുണ്ട ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ ഡെലിവറി ചെയ്ത് വാഹനം പുറത്തെടുത്ത് 1 കിലോമീറ്റർ ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ വാഹനം തിരിച്ച് ഷോറൂമിലേക്ക് തന്നെ കൊണ്ടുവേണ്ടി വന്നു. എനിക്ക് നല്ല വശങ്ങൾ പറയുകയാണെങ്കിൽ നല്ല സ്മൂത്ത്നെസ് ആണ് വണ്ടി ഓടിക്കാനായിട്ട്. ഇതിൻ്റെ ഒരു മെയിൻ ഡിഫക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ 250 കിലോമീറ്റർ ആയപ്പോൾ തന്നെ ഇതിൻ്റെ മീറ്റർ കേബിൾ പൊട്ടി. ഒരു വർഷത്തിൽ 4000 കിലോമീറ്റർ മാത്രം ഓടിയായി വണ്ടിയുടെ യൂസിംഗ് ഇല്ലാത്ത ഈ വണ്ടിയുടെ ബെയറിംഗ് പോയി. അപ്പം കാരണം ഇതിൻ്റെ പാർട്സുകളും മെയിൻ്റനൻസ് കോസ്റ്റ് കുറച്ച് ഹൈ ആണ്, പാർട്സുകൾ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഇത് എടുത്തപ്പോഴേ എന്നോട് പറഞ്ഞതാണ് എടുക്കേണ്ട പണി കിട്ടുന്നുള്ളത്, കേട്ടില്ല, ഇനിയിപ്പോൾ അനുഭവിക്കുക തന്നെ. പക്ഷെ ഇത് വാങ്ങി ഉപയോഗിച്ചതിന് ശേഷമാണ് അതെല്ലാം ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായത്. വെസ്പ സ്കൂട്ടർ സ്വന്തമാക്കുക എന്നുള്ളത് ഒരുപാട് പേരുടെ ആഗ്രഹമാണ്. കൂടുതലായിട്ടും ലേഡീസാണ് ഈ ഒരു സ്കൂട്ടർ പ്രിഫർ ചെയ്യാറുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു സ്റ്റൈലിഷ് ലുക്കും ഇതിൻ്റെ ഒരു കളറും ഇതിൻ്റെ ഒരു പെർഫോമൻസ് ഒക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു കാരണം കൊണ്ട് മാത്രം ഈ ഒരു വാഹനം ചൂസ് ചെയ്യരുത് എന്നുള്ളതാണ്. കാരണം ഇത് 2024 മോഡല് ZX എന്ന ബേസ് വേരിയൻ്റ് ആണ്. ഒരു വർഷത്തോളമായിട്ട് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കാം. ഇതിന്ന് എനിക്ക് കിട്ടിയ റിട്ടേൺസ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഈ കാര്യം പറയുന്നത്. ഇതൊരു പ്രീമിയം ലെവൽ വെഹിക്കിളാണ്. ഏകദേശം 1,54,000 രൂപ ഓൺ റോഡ് പ്രൈസ് കൊടുത്ത് ഞാൻ പർച്ചേസ് ചെയ്തൊരു വാഹനം. ഇതിന്ന് എനിക്ക് ഇത്രയും ഒരു വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് കിട്ടിയത് ഒരുപാട് നഷ്ടങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഒരു വാഹനത്തെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഓഗസ്റ്റ് 24-ാം തീയതി 2024 പർച്ചേസ് ചെയ്ത ബേസ് മോഡൽ ZX വേരിയൻ്റ് ആണ്. ഏകദേശം ഈ ഒരു വർഷം കൊണ്ട് ഞാൻ ഓടിയിട്ടുള്ളത് 4,362 കിലോമീറ്റർ മാത്രമേ ഞാൻ ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളൂ. ഇതിനിടക്ക് എനിക്ക് ഏകദേശം 7,000 രൂപയായി. ഇപ്പോൾ ഒരു വർഷത്തെ സർവീസിനും മെയിൻ്റനൻസിനും എല്ലാം കൂടെ ചേർത്തിട്ട് അത്ര രൂപയായി. ഒരു കാറ് നമ്മൾ മെയിൻ്റനൻസ് ചെയ്യുന്ന അതേ ലെവൽ പ്രൈസാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് വരുന്നത്. ഇതിൻ്റെ ബേസ് മോഡലായതുകൊണ്ട് തന്നെ ഇത് LED ഒന്നല്ല വരുന്നത്, സാധാ നോർമൽ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അലോ വീൽസുകളൊന്നും ഉണ്ടാവില്ല, അതൊക്കെ എൻ്റെ മുകളിലേക്കുള്ള വേരിയൻസിന് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്കൊരു നല്ലൊരു ലുക്കിൽ നല്ലൊരു പ്രീമിയം വണ്ടി കൊണ്ട് നടക്കുക എന്നുള്ള ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ വണ്ടി ചൂസ് ചെയ്യാം. പക്ഷേ ഡെയിലി യൂസിനൊക്കെ പറ്റുന്നൊരു വണ്ടിയായിട്ട് എനിക്കിത് തോന്നിയിട്ടില്ല. ഞാനിതിൻ്റെ ഡെലിവറിയുടെ അന്ന് തന്നെ എനിക്ക് ഈ ബോഡി കളറിലെ സെയിം ഹെൽമെറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതവിടെ സ്റ്റോക്ക് കിട്ടിയില്ല. പിന്നെ എനിക്ക് ഈ ഒരു മാറ്റ്, നമ്മുടെ വണ്ടിയിൽ വെക്കുന്ന ഈ ഒരു മാറ്റ്, ഇതിന് ഞാൻ 2 ആഴ്ചയോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, കാരണം സ്റ്റോക്കില്ല. അപ്പോൾ ഇതിൻ്റെ എടുക്കുമ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു ഇതിൻ്റെ പാർട്സുകളെല്ലാം കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. ഞാൻ പല കടയിലും ചോദിച്ചാലും അവർക്ക് ഈ വർക്ക്ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ ഈ വെസ്പ എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക്. ഞാൻ ഈ വാഹനം എടുക്കാൻ പോകുന്ന സമയത്ത് ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിലെന്നോട് പലരും ഒരുപാട് നെഗറ്റീവ്സ് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ എല്ലാ വാഹനത്തിനും ഉണ്ടാകും ഒരുപാട് നെഗറ്റീവ്സ്. ഞാൻ അപ്പോൾ ആ ഒരു കാര്യം ആ ലെവലിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് വാങ്ങി ഉപയോഗിച്ചതിന് ശേഷമാണ് അതെല്ലാം ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ ഈ വാഹനം എടുക്കുമ്പോൾ എനിക്കുണ്ട ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ ഡെലിവറി ചെയ്ത് വാഹനം പുറത്തെടുത്ത് 1 കിലോമീറ്റർ ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ വാഹനം തിരിച്ച് ഷോറൂമിലേക്ക് തന്നെ കൊണ്ടുവേണ്ടി വന്നു എനിക്ക്. കാരണം എടുത്ത സമയത്ത് ഭയങ്കര വൈബ്രേഷൻ ആയിരുന്നു. ഇതിൻ്റെ ഒരു മെയിൻ ഡിഫക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് ചേർന്നിട്ടുള്ള ആക്സസറീസും മെയിൻ്റനൻസുള്ള കാര്യങ്ങളല്ല അവർ ചെയ്യുന്നത് എന്നുള്ളൊരു ഇതെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ 750 കിലോമീറ്റർ ആയപ്പോൾ തന്നെ ഇതിൻ്റെ മീറ്റർ കേബിൾ പൊട്ടി. വെറും 750 കിലോമീറ്റർ. കാരണം അത് 3 മാസം എടുത്തിട്ടാണ് ഞാൻ 750 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. എന്നിട്ടാണ് അത്രയും സൂക്ഷ്മമായി മെല്ലെയാണ്, പുതിയ വണ്ടികളൊക്കെ നമ്മൾ മെല്ലെയാണ് ഓടിക്കാറുള്ളത്. എന്നിട്ടും ഇതിൻ്റെ കേബിൾ പൊട്ടി. ഷോറൂമിൽ പോയി വാറണ്ടിയും ഇല്ല, ഇൻഷുറൻസ് ഒന്നും അതിന് കിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ചേഞ്ച് ചെയ്തു. പിന്നെ 3000 കിലോമീറ്റർ എത്തിയപ്പോൾ വീണ്ടും പൊട്ടി. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ ഒരു ഡിഫക്ട്സ് എല്ലാ വണ്ടികൾക്കും ഇതിൻ്റെ വരുന്നുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. റീസെൻ്റ്ലി ഞാനിപ്പോൾ ഇതിൻ്റെ 5ാമത്തെ സർവീസാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. 1,500 രൂപയോളം സർവീസിന് ചിലവായിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ബെയറിംഗ് പോയി എന്ന് പറഞ്ഞു. ഒരു വർഷത്തിൽ 4000 കിലോമീറ്റർ മാത്രം ഓടിയായി വണ്ടിയുടെ യൂസിംഗ് ഇല്ലാത്ത ഈ വണ്ടിയുടെ ബെയറിംഗ് പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് യൂസിംഗ് കുറവുള്ളത് കൊണ്ടാണോ അതിൻ്റെ ബെയറിംഗ് പോയതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അല്ല, മഴ ആയതുകൊണ്ടാണ്. ഒരു മഴ പെയ്യുമ്പോഴൊക്കെ ഇതിൻ്റെ ബെയറിംഗ് പോവുക, ഇതൊക്കെയാണ് അവരുടെ ഷോറൂമിൽ നിന്നുള്ള അവരുടെ ഓരോ കാര്യങ്ങൾ അവർ പറയുന്നത്, മിസ്റ്റേക്കുകൾ, റീസൺ. വണ്ടി
ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ റീസൺസ് അവർ പറയുന്നത് ഇതൊക്കെയാണ്. മഴ പെയ്തത് കൊണ്ടാണ് ഇതിന്റെ ബാരിങ് പോയത്. ഞാൻ പറഞ്ഞു വേണ്ട, മാറ്റണ്ട, നമുക്ക് അടുത്ത സർവീസിൽ പിന്നെ നോക്കിക്കോളാം, നിങ്ങൾക്ക് ഇങ്ങനെ ഓടിക്കുമ്പോൾ ഒന്നും ടൈറ്റ് തോന്നിയിട്ടില്ല, അതുകൊണ്ടും ചേഞ്ച് ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞു. ലേഡീസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് അത്. അവർക്കത് കൊണ്ടുനടക്കാനോ ആ ഒരു ലുക്ക് സ്റ്റൈലിഷ്നെസ് കീപ്പ് ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം തന്നെയാണിത്. ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ഈ വാഹനത്തിന്റെ ഒരു ഡീമെറിറ്റ്സ് ആയിട്ടല്ല കാണേണ്ടത്. ഇത് ഷോറൂം എന്നല്ല, സർവീസിന്റെ ഇഷ്യൂസ് ആണത്. കാരണം വണ്ടിക്ക് യാതൊരുവിധ കംപ്ലൈന്റുകളും ഇല്ല, പക്ഷെ സർവീസ് നമുക്ക് പ്രോപ്പറായിട്ട് ഷോറൂമിൽ നിന്ന് ചെയ്ത് കിട്ടുന്നില്ല. ആ ഒരു വിഷയം മാത്രമേ എനിക്കിതിൽ തോന്നിയിട്ടുള്ളൂ. ഈ ഒരു വെസ്പ സ്കൂട്ടർ എടുക്കണ്ട എന്ന് ഞാൻ പറയില്ല, എടുക്കണം. കാരണം നമുക്ക് നല്ലൊരു പ്രീമിയം ലെവലിൽ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു സ്കൂട്ടർ തന്നെയാണ്. പക്ഷെ ഇത് എടുക്കുമ്പോൾ നല്ല സർവീസ് സെന്റർ നോക്കിയെടുക്കുക, അല്ലെങ്കിൽ നല്ല ഷോറൂം നോക്കിയെടുക്കുക. അതാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. കാരണം ഇതിന് പാർട്സുകളും മെയിൻ്റനൻസ് കോസ്റ്റ് കുറച്ച് ഹൈ ആണ്, പാർട്സുകൾ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എനിക്ക് തന്നെ എൻ്റെ അനുഭവത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങളിത് എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, നല്ല സർവീസ് സെന്റർ എല്ലാം നോക്കിയിട്ട് എടുക്കുക. കാരണം വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പം ഞാൻ കാണുന്നില്ല, ഇതിൻ്റെ സർവീസ് ഇഷ്യൂസ് ആണ് ഇതിന് കൂടുതലായിട്ട് വരുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വണ്ടിയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.